പ്രിയരെ, കുരിശിൻ്റെ വഴിയിൽ കണ്ണീരിൽ കുതിർന്ന ഹൃദയഗീതകമായ ഒരു സമാഗമ രംഗമാണ് ഈ നാലാമത്തെ സ്ഥലം. ഒരു മാതൃഭാവത്തിൻ്റെ സ്ഥലമാണ്. അമ്മയും മകനും പരസ്പരം കണ്ടുമുട്ടുന്ന സ്ഥലം. നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കിയ മകനെ കൊല്ലാൻ കൊണ്ടുപോകുന്ന കാഴ്ച ഏതൊരമ്മയ്ക്കാണ് നോക്കി നിൽക്കാനാവുക? ഊഷ്മളമായ രക്തബന്ധങ്ങളുടെ അപ്രതീക്ഷിതമായ വേർപിരിയലിന് മുമ്പിലത്തെ ഒരു വിട പറയൽ. ഒന്ന് ആശ്വസിപ്പിക്കുവാനും ഒന്ന് സഹായിക്കുവാനും കഴിയാത്ത അവസ്ഥ. എങ്കിലും ഇവിടെ ഹൃദയത്തോട് സംസാരിക്കുന്നുണ്ട്, മൗനം വാചാലമാകുന്നുമുണ്ട്. ഈ കണ്ടുമുട്ടൽ മകനെ തെല്ലൊന്നുമല്ല ആശ്വസിപ്പിച്ചിട്ടുണ്ടാവുക. അതെ, ഏത് ജീവിതാവസ്ഥയിലായിരുന്നാലും അമ്മമാരുടെ സാന്നിധ്യം മക്കൾക്ക് ആശ്വാസം പകരാറുണ്ട്. സ്നേഹിക്കുന്നവരുടെ സാന്നിധ്യമാണ് വേദനിക്കുന്നവർക്കൊക്കെ കുളിർമയേകുന്നത്. ഇവിടെ അമ്മയുടെ സാന്നിധ്യമാണ് ഇടറാതെ കാൽവരിയോളം നടന്നെടുക്കുവാൻ മകന് ബലമേകിയത്. കാൽവരിയിൽ നാട്ടിയ കുരിശ് ഭൂമിയുടെ മാറ് പിളർന്നു എന്നതിനേക്കാൾ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഹൃദയം പിളർക്കുകയായിരുന്നു. എങ്കിലും അവൾ ആത്മസംയമനം കൊണ്ട് ഈ സഹനത്തെ അർത്ഥപൂർണമാക്കി. സ്വന്തം മകന് ബലമേകി നിഴൽ പോലെ കനത്ത ഹൃദയത്തോടെ അവനെ അനുഗമിച്ച അമ്മ നമ്മളോട് പറഞ്ഞു തരുന്നത് തെളിമയാർന്ന വിശുദ്ധിയാർന്ന ജീവിതം നയിക്കാൻ മക്കളുടെ വഴികളിൽ മാതാപിതാക്കൾ കരുത്തായി ഇപ്പോഴും കൂടെ ഉണ്ടാകണം എന്ന് തന്നെയാണ്. അവരെൻ്റെ നെഞ്ചിലെ വേദനയും സങ്കടവും ഒക്കെ തിരിച്ചറിഞ്ഞ് അവൻ്റെ കൂടെ നടക്കാൻ, അവനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമുക്കും നടക്കാം ക്രൂശിതനിലേക്ക്. ആമേൻ.